അന്താരാഷ്ട്ര അവയവക്കടത്ത് റാക്കറ്റിലെ മുഖ്യ കണ്ണിയാണ് പിടിയിലായത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ കണ്ടെത്തി ചൂഷണം ചെയ്യുന്നതാണ് ഇവരുടെ രീതി. ചെറിയ തുക നൽകി അവയവദാനത്തിന് പലരെയും സമ്മതിപ്പിക്കും. ആദ്യം കുവൈറ്റിലും പിന്നീട് ഇറാനിലും എത്തിച്ചാണ് അവയവ കൈമാറ്റം നടത്തുന്നത്. അവയവം ആവശ്യമുള്ളവരും ഇറാനിലേക്കെത്തും. ഇവിടത്തെ ഒരു ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടന്നിരുന്നത്. അവയവക്കടത്തിന് ആളുകളെ വിദേശത്തെത്തിച്ച് മടങ്ങിവരും വഴിയാണ് സബിത് നാസറിനെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പൊക്കുന്നത്. ഇയാളുടെ ഫോണിൽ നിന്ന് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് അവയവക്കടത്ത് റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ടവരിലധികവും. അന്താരാഷ്ട്ര മാനങ്ങളുള്ള കേസായതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ലെന്നാണ് എറണാകുളം റൂറൽ പോലീസിന്റെ വിശദീകരണം. അത് ജസ്റ്റ് വളരെ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതുകൊണ്ടാണ് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. വിശദമായ ചോദ്യം ചെയ്യലിൽ സബിത് നാസർ അവയവക്കടത്ത് റാക്കറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. രാജ്യത്ത് അവയവദാനത്തിന് ശക്തമായ നിയമമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവയവ വിൽപ്പനയും ഇടനില ഇടപാടുകളും അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ റാക്കറ്റ് വിദേശത്തേക്ക് ആളുകളെ എത്തിച്ചുള്ള അവയവ കച്ചവടത്തിന് പദ്ധതിയിട്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.